Question number 1. If x is a natural number, what number is to be added to x square plus 6x to get a perfect square? B. If x square plus x plus 16 is a perfect square, which number is a? C. If x square plus x plus b is a perfect square, prove that a square is equal to 4b. ഹായ്, എല്ലാ കുട്ടികൾക്കും നമ്മുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് 2019 മാർച്ചിൽ നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ള, അതായത് 10ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ചോദിച്ചിട്ടുള്ള, പബ്ലിക് എക്സാമിന് ചോദിച്ചിട്ടുള്ള 2 പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസാണ്. നിങ്ങളുടെ ഈ ചാപ്റ്ററിൽ നിന്നുള്ള ഏതാണ് സെക്കൻഡ് ഡിഗ്രി അല്ലേ, ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള 2 ക്വസ്റ്റ്യൻസാണ്. അതിൽ ഞാൻ ആ 2 ക്വസ്റ്റ്യൻ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് ശ്രദ്ധിക്കാം. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? If x is a natural number, what number is to be added to x square plus 6x to get a perfect square? അപ്പോൾ ഈ x square plus 6xനോട് ഏത് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക. x square plus 6x പ്ലസ് ഇത് ഒരു നമ്പറുടെ ഉണ്ട്, കാരണം ഇവിടെ ഡിഗ്രി 2 ആണ്. ഡിഗ്രി 2 ആകുമ്പോഴത്തേക്ക് ഇതിനകത്ത് എത്ര ടേംസ് ഉണ്ടായിരിക്കും? 3 ടേംസ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ മൂന്നാമത്തേന് ഇതും സ്ക്വയർ ആയിരിക്കും അല്ലേ. ലാസ്റ്റ് ടേം എന്തായിരിക്കും? സ്ക്വയർ ആയിരിക്കും. എക്സ് സ്ക്വയർ ഇത് നമുക്ക് കൊടുക്കാം, കെ സ്ക്വയർ എന്ന് കൊടുക്കാം. അങ്ങനെ അപ്പോൾ ആദ്യം ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക. ഇതിൻ്റെ സ്ക്വയർ ഓഫ് എക്സ് സ്ക്വയർ എന്നിട്ട് എക്സ്, അതുപോലെ തന്നെ റൂട്ട് കെ സ്ക്വയർ, അപ്പോൾ അവിടെ കിട്ടും കെ. ഇനി ഈ മിഡിൽ ടേം എന്ന് പറയുന്ന സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 2ab ആണ് അല്ലേ. ഇത് എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഐഡൻറ്റിറ്റിയാണ്. അപ്പോൾ നടുക്കുള്ള ഈ മിഡിൽ ടേം എന്ന് പറയുന്നത് 2ab. 2ab ആകുമ്പോൾ 2 ഇൻറ്റു എക്സ് ഇൻറ്റു കെ, 2 ഇൻറ്റു എക്സ് ഇൻറ്റു കെ ഈസ് ഈക്വൽ ടു എന്താണ്? 6x. therefore k is equal to 6x divided by 2 into x. x പോയി 6 2 എത്ര കിട്ടി? 3 ടൈംസ്. അപ്പോൾ ഇവിടെ നമുക്ക് k എത്ര കിട്ടിയത്? 3 ആണ്. അപ്പോൾ 3 സ്ക്വയർ എന്തായിരിക്കും? 9 അല്ലേ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ k സ്ക്വയർ എന്തായിരിക്കും? 3 സ്ക്വയർ ഈസ് ഈക്വൽ ടു 9. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? 9 ആണ് ഇവിടുത്തെ ആൻസർ. അപ്പോൾ 6 അല്ല, എക്സ് സ്ക്വയർ പ്ലസ് 6x പ്ലസ് 6xനോട് കൂടി ഏത് നാച്ചുറൽ നമ്പർ ആഡ് ചെയ്യേണ്ടത്? 9 ആഡ് ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് മാറും? ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് മാറും. അപ്പോൾ അതിൻ്റെ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റിൻ്റെ ആൻസർ ഇതാണ്. ഇനി അടുത്ത് ചോദിച്ചിരിക്കുന്നത് അതിൽ ബി എന്ന് പറയുന്ന ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 16 എന്ന് പറയുന്നതാണ് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ, വിച്ച് നമ്പർ ഈസ് എ അല്ലേ. അപ്പോൾ ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്, ശരിയല്ലേ. അപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഇതിൻ്റെ റൂട്ട് കണ്ടുപിടിക്കുക അല്ലേ. എക്സ് സ്ക്വയറിൻ്റെ റൂട്ട് എന്താണ്? എക്സ്. ഇനി ഇതിൻ്റെ റൂട്ട് എന്താണ്? 16ൻ്റെ റൂട്ട് എന്താണ്? 4 ആണല്ലോ അല്ലേ. അങ്ങേറ്റത്തിൻ്റെ ഇങ്ങേറ്റത്തിൻ്റെ നമ്മൾ റൂട്ട് കണ്ടുപിടിച്ചു. ഇനി മിഡിൽ ടേം എന്ന് പറയുന്നത് എന്താണ്? 2ab ആണ്, അതായത് 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 ആണ്. അപ്പോൾ എ എക്സ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. എ എക്സ് ഇസിക്കൽ ടു ഇവിടെ എന്താണ്? 2ab, 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 ആണ്. therefore a is equal to 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 ഡിവൈഡ് ബൈ എന്താണ്? ഈ എക്സ്. എക്സും വെട്ടിപ്പോയി. ഇനി ഇവിടെ ആൻസർ എന്താണ്? 2 ഇൻറ്റു 4. അപ്പോൾ അത്ര ആൻസർ 8. അപ്പോൾ എയുടെ വാല്യൂ എന്താണ്? 8. അപ്പോൾ ഇവിടെ എന്താണ് എഴുതേണ്ടത്? എക്സ് സ്ക്വയർ പ്ലസ് അല്ലേ, എക്സിന് പകരം കൊടുക്കുക, എക്ക് പകരം കൊടുക്കുക 8x പ്ലസ് 16. ഇതാണ് ആൻസർ. നമുക്ക് എയുടെ വാല്യൂ ഇത് കിട്ടി 8. മനസ്സിലായി? സിമ്പിൾ അല്ലേ, കണ്ടുപിടിക്കേണ്ട പിടി കിട്ടിയല്ലോ. അപ്പോൾ ഇത് എ സ്ക്വയർ പ്ലസ് ഇതെന്താണ്? ബി സ്ക്വയർ, മിഡിൽ ടൈം എന്താണ്? 2ab. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിച്ചു? ഇതിൻ്റെ റൂട്ട് എന്ത് കിട്ടി? എക്സ്. ഇതിൻ്റെ റൂട്ട് എന്ത് കിട്ടി? 4. ഇനി 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 ആണ് ഏത്? ഈ എക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എ എക്സ് ഇസിക്കൽ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4. അപ്പോൾ therefore എ ഇസിക്കൽ 2 ഇൻറ്റു എക്സ് ഇൻറ്റു 4 ഡിവൈഡ് ബൈ എന്താണ്? എക്സ്. എക്സ് കിട്ടിപ്പോയി. 2 ഇൻറ്റു 4 എന്താണ്? 8. അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്ത് കിട്ടി? 8. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ, എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് ബി എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അങ്ങനെ ആകുമ്പോഴത്തേക്ക് പ്രൂവ് ദാറ്റ് എ സ്കോർ ഇസ് ഇക്വൽ ടു, പ്രൂവ് ചെയ്യാനുള്ളത് എന്താണ്? എ സ്കോർ ഇസ് ഇക്വൽ ടു 4b എന്നാണ് പ്രൂവ് ചെയ്യാനുള്ളത്. ശ്രദ്ധിക്കുക.
ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും രണ്ട് അല്ലേ, ഇത് എല്ലാം പെർഫെക്റ്റ് സ്ക്വയർസ് ആയിരിക്കും അല്ലേ, പെർഫെക്റ്റ് സ്ക്വയറുകളായിരിക്കും. അപ്പോൾ എക്സിൻ്റെ സ്ക്വയർ ആണ് ഏത്, എക്സ് സ്ക്വയർ. ഇത് ഏതോ ഒരു നമ്പറിൻ്റെ സ്ക്വയർ ആണ് ഏത്, ബി എന്ന് പറയുന്നത്. അത് നമുക്ക് ഏതാണെന്ന് കണ്ടുപിടിക്കാം. ഇവിടെ എക്സ് സ്ക്വയർ അല്ലേ, അപ്പോൾ നമുക്ക് ഇതെടുക്കാം. ഈ ക്വസ്റ്റ്യൻ എ സ്ക്വയർ ഈസ് ഇക്വൽ ടു 4b, അതായത് തിരിച്ചിടാം അല്ലേ. 4b ഈസ് ഇക്വൽ ടു എന്താണ്, എ സ്ക്വയർ. അങ്ങനെ വരുമ്പോൾ ബിയുടെ വാല്യൂ എന്താണ്, ബി എന്ന് പറയുന്നത് എന്താണ്, എ സ്ക്വയർ ഡിവൈഡ് ബൈ 4. അപ്പോൾ ഇവിടെ എന്താണ് ആൻസർ, എ സ്ക്വയർ ഡിവൈഡ് ബൈ 4. മനസ്സിലായി? ഇവിടെ എന്താണ് ആൻസർ, എ സ്ക്വയർ. ബി എന്ന് പറയുന്നത് എന്താണ്, എ സ്ക്വയർ ഡിവൈഡ് ബൈ 4. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് എ എക്സ് പ്ലസ് എ സ്ക്വയർ ഡിവൈഡ് ബൈ 4, ഇതാണ് ആൻസർ. പിടിയിട്ടില്ലോ. Question number 2. Land is acquired for road widening from a square ground as shown in the figure. The width of the acquired land is 2 meters. Area of the remaining ground is 440 square meters. A. What is the shape of the remaining ground? B. What is the length of the remaining ground? As shown in the figure. The width of the acquired land is 2 meters. Area of the remaining ground is 440 square meters. What is the shape of the remaining ground? What is the length of the remaining ground? നമുക്ക് ആ ഫിഗർ വരയ്ക്കാം. ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അല്ലേ. ആദ്യം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലേ ഈ ടോട്ടൽ അല്ലേ, അപ്പോൾ സ്ക്വയർ ആകുമ്പോഴത്തേക്ക് എല്ലാ സൈഡും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. എക്സും എക്സ്, അപ്പോൾ ഇവിടെ എക്സ് ആണെങ്കിൽ ഇവിടെ എന്തായിരിക്കും, എക്സ് ആയിരിക്കും. ഇനി ഇതിൻ്റെത് എന്ന് പറയുന്നത് എത്രയാണ്, ഇവിടെ എത്ര 2 മീറ്റർ പറഞ്ഞിട്ടുണ്ട്, ഇതിൻ്റെ എത്ര സൈഡ് എത്ര എക്സും പറഞ്ഞിട്ടുണ്ട്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഏരിയ ഓഫ് എന്താണ്, ഏരിയ ഓഫ് ദ ഏതാണ്, സ്ക്വയർ. അടുത്ത് കണ്ടുപിടിക്കുന്നത് ഏരിയ ഓഫ് ദ റെക്റ്റാങ്കിൾ. അപ്പോൾ ഈ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സൈഡ് ഇൻറ്റു സൈഡ്, ഇതാണ് സൈഡ് ഇൻറ്റു സൈഡ്, എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ. അതിൻ്റെ ഏരിയയിൽ നിന്നും ഏതിൻ്റെ ഏരിയ മൈനസ് ചെയ്യുക, ഈ റെക്റ്റാങ്കിളിൻ്റെ ഏരിയ മൈനസ് ചെയ്യുക. റെക്റ്റാങ്കിൾ എന്ന് പറയുന്നത് എന്താണ്, അതിൻ്റെ വിഡ്ത്ത് എത്ര പറഞ്ഞിരിക്കുന്നു, 2. ഇത് എത്ര പറഞ്ഞിരിക്കുന്നു, എക്സ്. അപ്പോൾ 2 ഇൻറ്റു എക്സ് മൈനസ് 2x. മൈനസ് ചെയ്യുമ്പോഴാണ് ഈ റിമൈനിങ് പാർട്ട് അല്ലേ, ഇത് എത്രയാണ് പറഞ്ഞിരിക്കുന്നു, 440 m സ്ക്വയർ, 440 കിട്ടും. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x ഈസ് ഈക്വൽ ടു 440. നമുക്ക് ഇതിനെയും കൂടെ നമുക്ക് എന്താക്കാം, ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാം. പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു 1 ആഡ് ചെയ്യാം. അതുപോലെ ഈ ആ 1 നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമ്മൾ ആഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 440 പ്ലസ് എന്താണ് 1. ഇനി അടുത്ത് എന്താ ചെയ്യുന്നത്, എക്സ് സ്ക്വയർ മൈനസ് 2x പ്ലസ് 1 ഇസ് ഈക്വൽ ടു 441. ഇവിടെ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ എന്താ, എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ് മൈനസ് 1 ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു, ഇതിൻ്റെ എത്ര കിട്ടുന്നു ആൻസർ, ഇതിൻ്റെ റൂട്ട് 21 അല്ലേ, 21 സ്ക്വയർ. ഇനി അടുത്ത എക്സ് മൈനസ് 1 ഇസ് ഈക്വൽ ടു 21, എക്സ് ഇസ് ഈക്വൽ ടു 21 മൈനസ് 1 അപ്പുറത്തുമ്പോൾ പ്ലസ് 1 ഈസ് ഈക്വൽ 22. അപ്പോൾ നമുക്കിവിടെ എക്സ് കിട്ടിക്കഴിഞ്ഞു, എത്രയാണ്, 22 ആണ് നമുക്ക് എക്സ് കിട്ടി. എക്സ് ഇവിടെ 22. അപ്പോൾ നേരത്തെ ഇതുവരെ എത്ര ഉണ്ടായിരുന്നു, 22 ഉണ്ടായിരുന്നു. അതിൽ ഇത്രയും ഭാഗം പോയി കഴിഞ്ഞു, എത്രയാണ്, 2 മീറ്റർ പോയി. ഇനി ബാക്കി എത്രയാണ്, 20 ആണ്, 20 മീറ്റർ. മനസ്സിലായാലും, ഇത് 20, ഇത് എത്ര, 2 മീറ്റർ അല്ലേ. ടോട്ടൽ എത്ര ഉണ്ട്, 22 ഉണ്ട്. അതിൽ 2 മീറ്റർ വൈഡനിങ്ങിന് പോയി, ബാക്കി എത്ര ഉണ്ട്, 20. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഈ പറഞ്ഞിരിക്കുന്ന ഈ റിമൈനിങ് പാർട്ടിൻ്റെ ഷേപ്പ് ചോദിച്ചിട്ടുണ്ട്. ആ ഷേപ്പ് എന്താണ്, റെക്റ്റാങ്കിൾ ആണ് അല്ലേ. ഇതിൻ്റെ ഷേപ്പ് എന്താണ്, സ്ക്വയർ. ആദ്യം സ്ക്വയർ ആയിരുന്നു, ഇപ്പോൾ എന്തായിട്ട് മാറിയത്, റെക്റ്റാങ്കിളായിട്ട് മാറി. ഇനി അതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണോ ചോദിച്ചിരിക്കുന്നത്, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ റിമൈനിങ് ഗ്രൗണ്ട്. നമുക്ക് കിട്ടിക്കഴിഞ്ഞു ആൻസർ. ആ ലെങ്ത് ഓഫ് ദ അല്ലേ, ലെങ്ത് ഓഫ് ദ റിമൈനിങ് ഗ്രൗണ്ട് എത്ര പറഞ്ഞിരിക്കുന്നു, 22. അതിൻ്റെ വിഡ്ത്ത് എത്ര, 20 മീറ്റർ. ഓക്കെ, സിമ്പിളാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. ഇതുപോലെ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് സിമ്പിളായിരിക്കും. എല്ലാ എപ്പിസോഡും കാണാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോട് പറയുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.